വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നതും പോകുന്നതുമായ പ്രൈവറ്റ് ബസ്സുകളുടെ മുന്നിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റോപ്പുകളിൽ നിന്നും ഓട്ടോയിൽ ആളെ കയറ്റി കൊണ്ടുപോയി സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനിറങ്ങുകയാണ് പ്രൈവറ്റ് ബസ് ഉടമകളും അതുപോലെ തന്നെ തൊഴിലാളികളും. ഇതിന് ശക്തമായൊരു നടപടി എടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വാഹനം നിർത്തിക്കൊണ്ട് ബസ് സർവീസ് നിർത്തിക്കൊണ്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. നമസ്കാരം, വടക്കഞ്ചേരി പ്രിയദർശിനി സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ അതായത് ഈ പ്രൈവറ്റ് ബസ്സൊക്കെ എന്ന് പറയുന്നത് അതായത് ഒരു സേവനമാണ്. സ്റ്റേജ് ഗാരേജ് പെർമിറ്റ് എടുത്ത് ഓടുന്ന വാഹനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. 3 മാസം കൂടുമ്പോൾ ഏകദേശം 25,000 രൂപയും അതുപോലെ വർഷത്തിൽ അതായത് ടാക്സ് ഇനത്തിലും അതുപോലെ വർഷത്തിൽ ഇൻഷുറൻസ് ആയിട്ട് ഏകദേശം 50,000 മുതൽ 60,000 രൂപ വരെയും അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് നടത്തുന്നതിനായിട്ട് ഏകദേശം 1 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പ്രൈവറ്റ് ബസ്സൊക്കെ ഈ സർവീസ് നടത്തുന്നത്. നമുക്കറിയാമല്ലേ, കോവിഡിന് ശേഷമൊക്കെ ഒരുപാട് പേര് ബൈക്ക് ഉപയോഗിക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ കാറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വണ്ടിയിലൊക്കെ വലിയൊരു യാത്ര ചെയ്യുന്ന ആളുകളുടെ വലിയൊരു കുറവുണ്ടായി. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു പ്രധാന പ്രശ്നം നേരിടുന്ന വടക്കഞ്ചേരി പ്രദേശത്ത് ഈ റൂട്ടിലൂടെ ഓടുന്ന സകലമാന ചെറുകിട റൂട്ടുകളിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബസ് പോകുന്ന സമയം നോക്കി തൊട്ട് മുമ്പിൽ വന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ വന്ന് ഓട്ടോറിക്ഷ വന്ന് ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബസ്സുകളൊക്കെ കാലിയാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് ഇതിൻ്റെ ബസ്സിൻ്റെ തൊഴിലാളികൾ അല്ലെങ്കിൽ ഓണേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് എന്താണ് നിലവിലെ പ്രശ്നമെന്ന് ചോദിച്ചറിയാം. സർവീസ് ഓട്ടോക്കാർ ബസ്സിന് മുമ്പിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് അതല്ലെങ്കിൽ ബസ് വരുന്ന സമയം നോക്കി ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ നേരിടാനുള്ളത്? ഞങ്ങൾ ഈ ടാക്സ് കെട്ടി നിയമം പാലിച്ച് അല്ലെങ്കിൽ മോട്ടോർ നിയമങ്ങളെല്ലാം പാലിച്ച് സർക്കാർ തരുന്ന പെർമിറ്റിന് സഹിതം ഞങ്ങൾ ടൈമിൽ സർവീസ് നടത്തുമ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പിൽ 5ഉം 6ഉം ആളുകളെ കയറ്റി ഫ്രണ്ടിലും കൂടെ ആളെ ഇരുത്തി പാരൽ സർവീസുകൾ വടക്കഞ്ചേരി മേഖലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്ത് അതുപോലെ തന്നെ കണ്ണമ്പറ, പുതുക്കോട്, വണ്ടാഴി മേഖലകളിൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ മുമ്പിൽ ഒരു സെക്കൻഡ് പോലും വഴുകാതെ ഞങ്ങൾക്ക് ബസ് ഡ്രൈവർക്ക് കാണാം ആളുകളെ എടുത്ത് കയറ്റിക്കൊണ്ട് പോകുന്നത്. അത് നിരന്തരമായി ഭയങ്കര ശല്യമായി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം എത്തിയതുകൊണ്ടാണ് ഞങ്ങൾ പൊതുജനങ്ങളെ അല്ലെങ്കിൽ ഈ ജനം ഇതറിയണം എന്തുകൊണ്ടാണ് ബസ് നിർത്തുന്നത്. ഞങ്ങൾ ബസ് നിർത്താനാണ് ആലോചിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റുകളെ ആലോചിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അതുപോലെ ജോയിൻ്റ് ആർ.ടി.ഒയ്ക്ക് TCക്ക് അതുപോലെ ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ ബസ് നിർത്തുന്നുള്ള സംവിധാനം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൊതുജനത്തെ അറിയിക്കണം എന്താണ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്നുള്ള. ഭീമമായ ടാക്സ് ഈ ബസ്സിനെ സംബന്ധിച്ചോളം, സ്റ്റേജുകാരി ബസ്സിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസ് ടാക്സ് ആണ് കെട്ടുന്നത്. 3 മാസത്തെ അഡ്വാൻസ് ടാക്സ് ആണ് ഞങ്ങൾ കെട്ടുന്നത്. അങ്ങനെ കെട്ടി സർവീസ് നടത്തുന്ന വർഷം തോറും CF നടത്തി അങ്ങനെ സർവീസ് നടത്തുന്ന ഒരു ബസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഞങ്ങൾ അപേക്ഷ കൊടുത്ത് പെർമിറ്റ് ടൈമിൽ ഓട്ടോറിക്ഷകൾ പാരലായിട്ട് സർവീസ് നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കുട്ടികളെ കയറ്റി മാത്രം സർവീസ് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കും. ഈ വടക്കഞ്ചേരിയിലെ സുനിത ജംഗ്ഷനിൽ നിന്ന് കിഴക്കഞ്ചേരിയിലേക്ക് പോകുന്ന റൂട്ടിൽ മാർക്കറ്റിൽ നിന്നും കിഴക്കഞ്ചേരി, ഗുണ്ടുകാട്, പുന്നപ്പാടം, തച്ചക്കോട് എന്നീ മേഖലകളിലേക്കും അതുപോലെ തന്നെ ഗുണ്ടുകാട്, കുന്നങ്കാട്, കോട്ടയക്കുളം, പ്ലാച്ചിക്കുളമ്പ് എന്ന് പറഞ്ഞ മേഖലകളിലേക്കും വാൽക്കുളമ്പ് കുന്നങ്കാട് നിന്ന് കണ്ണംകുളം, വാൽക്കുളമ്പ് മേഖലകളിലേക്കും പുതുക്കോട്, കണ്ണമ്പറ മേഖലകളിലേക്ക് സ്ഥിരമായിട്ട് ഓട്ടോറിക്ഷകൾ എടുക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ് അധികാരികൾക്ക് പരാതികൾ കൊടുത്തിട്ടുണ്ട്, പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്. വീഡിയോ അടക്കം എടുത്ത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്ത് അധികാരികൾ ഒന്നും കൂടെ അത് ഓർമ്മപ്പെടുത്തി അവരുടെ പേരിൽ നടപടിയെടുക്കുന്നില്ല എങ്കിൽ ബസ് ഈ ജൂൺ 1-ാം തീയതി മുതൽ നിർത്തി സമരം ചെയ്യുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ ഉൾപ്പെടുന്ന സംഘടനയായി ആലോചിച്ച് ചെയ്യാൻ ഒരു തീരുമാനമാണ് ഞങ്ങൾ നിലവിലിപ്പോൾ എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ തൊഴിലാളികൾ മിക്കവാറും ഓണർമാരും ബസ് സ്റ്റോപ്പിൽ ഇവർ ട്രിപ്പ് എടുക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നവരെ അവിടെ എടുക്കരുതെന്ന് പറയുന്നത് പലരും ഞങ്ങളുടെ തൊഴിലാളികളെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമില്ല എങ്കിൽ ഞങ്ങൾ നിർത്തുകയല്ലാതെ വേറെ വഴികളില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സമരപരിപാടിയായിട്ട്
മുമ്പോട്ട് പോകുന്നത്. പലപ്പോഴും ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ പല പ്രാവശ്യം ഇത് ആവർത്തിക്കുന്ന ഓട്ടോ തൊഴിലാളികളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അവരുടെ പെർമിറ്റ് എവിടെ നിന്നാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ആ പെർമിറ്റ് അനുവദിച്ചിരുന്നതെങ്കിൽ ആ പെർമിറ്റ് ക്യാൻസൽ ചെയ്യണം. അങ്ങനെ ഒരു മാതൃകാപരമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ഈ സാധനം മുമ്പോട്ട്, ഈ ബസ് സർവീസ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇവിടുത്തെ സ്റ്റേജ് കാരിയർ ബസ്സുകളൊന്നും, പ്രൈവറ്റ് ബസ്സുകളൊന്നും ഈ ലോക്കലിൽ സർവീസ് നടത്താൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായി ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അധികാരികളുടെ മുമ്പിൽ ഞങ്ങളുടെ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു സങ്കടാവസ്ഥയാണ്. 10-35 ലക്ഷം രൂപ മുടക്കി പെർമിറ്റുകൾ എടുത്ത് സർവീസ് നടത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വടക്കഞ്ചേരി മേഖലയിൽ, പ്രത്യേകിച്ച് വടക്കഞ്ചേരിയിൽ നിന്ന് ലോക്കൽ ഈ 3-4 പഞ്ചായത്തിൽ, കാരണം കിഴക്കഞ്ചേരി, വണ്ടാഴി, കണ്ണമ്പറ, പുതുക്കോട് മേഖലയിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സുകാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ആരും മുതലാളിമാരല്ല, ബസ് ലോൺ എടുത്ത് സ്വന്തം തൊഴിലെന്ന നിലയിൽ സ്വീകരിച്ച് കൊണ്ടുനടക്കുന്നതാണ് അധികം ആളുകളും. മുതലാളിമാരെന്ന് പറഞ്ഞൊരു ഭാഗമില്ല. ഞാൻ 35 വർഷമായി സർവീസിലേക്ക് കടന്നു വന്നിട്ട് ആ സമയത്ത് 36,000 സ്റ്റേജ് കാരിയർ ബസ് ഓൾ കേരളയിൽ മൊത്തം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് പരിശോധിച്ചാൽ, നിങ്ങളെ കണക്കുകൾ പരിശോധിച്ചാൽ 7000-ൽ താഴെ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇതുപോലെ പാരൽ സർവീസുകളും മറ്റു വണ്ടികളും ഇത് സർവീസ് നടത്തുന്നതുകൊണ്ടാണ് ഇത് ദിനം പ്രതി അധപ്പതിച്ചു വരുന്നുണ്ട്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പുതിയതായി അധികാരത്തിൽ വന്ന സർക്കാരും അതിനെ ചുമതലയേറ്റിരിക്കുന്ന മന്ത്രിമാരും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളും ഞങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരണമെന്ന് മാത്രമാണ് ഈ തരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ മുഖങ്ങളിൽ പലരും ഓണേഴ്സ് ആണെങ്കിലും പലപ്പോഴും ഇവർ തൊഴിലാളികളായിട്ടും ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടറുടെയൊക്കെ ഒരു പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ജീവിക്കണം. ഇത്രയും ലക്ഷം മുടക്കി അതൊരു സേവനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാലേ, സാധാരണക്കാരൊക്കെ വീട്ടിൽ നിന്നും, അതല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ചെറിയൊരു തുകയ്ക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഏറ്റവും ആശ്രയം എന്നുള്ളത് ബസ് സർവീസ് തന്നെയാണ്. ആ ഒരു സർവീസ് കട്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു ദുരിതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പ്രേക്ഷകരും അതുപോലെ തന്നെ യാത്രക്കാരും സഹകരിക്കണമെന്നുള്ളത് കൂടിയാണ് ഇവർക്ക് ആവശ്യം. നമുക്ക് ചോദിക്കാം, ഒരു ദിവസം ഏകദേശം എത്ര രൂപയാണ് ഈ ബസ്സിൻ്റെ മറ്റ് ചെലവുകളും ഇത്രയും ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് എന്താണ് ഇവർക്ക് ലഭിക്കണമെന്ന്? ഏകദേശം എത്ര രൂപയാണ് ഒരു മിച്ചം വെക്കാൻ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കഴിയുന്നത്? നമുക്കിപ്പോൾ ബസ്സിൻ്റെ എല്ലാം ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ദിവസത്തെ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1500-2000 രൂപ. അത് പിന്നെ നമ്മളും കൂടെ അതിൽ പണിയെടുക്കുകയാണെങ്കിൽ ആ കൂലി കൂടെ കിട്ടും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ ടയർ അതല്ലെങ്കിൽ എഞ്ചിന്റെ ഭാഗത്ത് എന്തെങ്കിലും തകരാറ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ മിച്ചം വയ്ക്കാനൊന്നും ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ 300 രൂപ പോലും മിച്ചം വെക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഞാൻ സ്വന്തം ബസ് എൻ്റെ പൊന്നൂസ് എന്ന് പറഞ്ഞു, കഞ്ചിപ്പര വാൽക്കുന്ന് റൂട്ടിൽ പറഞ്ഞത്. അപ്പോൾ അത് ഒരു 300 രൂപ പോലും മിച്ചം വെക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഈ കാരണന്മാരൊക്കെ ഓട്ടോറിക്ഷ കാണുമ്പോൾ തടുത്ത് പോവുകയും ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അത് അന്നേരം മക്കളെ കൊണ്ടുപോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. മക്കളെ ഒരാൾ വിട്ടുപോയാൽ അവർ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും, അന്ന് KSRTCയിൽ എന്തുകൊണ്ട് അവർ തടുക്കുന്നില്ല, ഒന്നുമില്ല. അവർ ഓട്ടോറിക്ഷ കൈ കാണിക്കുന്ന അവർ പോകുന്നു. നമ്മുടെ വണ്ടിയിൽ പിള്ളേരെ കയറ്റിയ ശേഷം അവർ ബസ്സിൽ കയറാതെ നിന്നിട്ട് ഓട്ടോറിക്ഷ സമാന്തര സർവീസ് നടത്തുന്നുണ്ടല്ലോ, പിന്നെ തിരക്ക് വേണ്ടല്ലോ. ഈ പിള്ളേരെ കയറ്റി പോയി കഴിയുമ്പോൾ സമാന്തര സർവീസിൽ വരുന്ന ഓട്ടോറിക്ഷയിൽ തിരക്കില്ല. അപ്പോൾ അതിൽ പോവും. നമ്മുടെ കയ്യിൽ പിള്ളേരെ മൊത്തം കയറ്റിയിട്ട് നമ്മൾ പിള്ളേരെ ഈ 1 രൂപയ്ക്ക് ഭിക്ഷക്കാർക്ക് പോലും വേണ്ടാത്ത 1 രൂപയ്ക്ക് നമ്മൾ ഇവരെ കൊണ്ടുപോയി നടക്കുകയാണ്. അത് ഇനിയിപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ കഴിയുമ്പോൾ ഈ വിഷയങ്ങൾ വീണ്ടും വരും. ദിനംപ്രതി ദൈനംദിന ചിലവുകൾ കൂടി വരികയാണ്. അതായത് ഡീസൽ ഇപ്പോൾ ഡെയിലി കൂടിക്കൊണ്ടിരിക്കും, സ്പെയർ പാർട്സ്, തൊഴിലാളികളുടേത്, വർക്ക്ഷോപ്പ്, അങ്ങനെ ഒത്തിരി. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുമില്ല മിച്ചം പിടിക്കാൻ. നമ്മളൊരു പണിയെടുത്താൽ ആ കൂലി കിട്ടും. അത് ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. തീർച്ചയായും ഒരു ബസ്, ഇപ്പൊ നമുക്കൊക്കെ മനസ്സിലാവുന്നത് ഒരു ബസ് ഉണ്ട് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെയുള്ള സ്ഥിതിയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഇവരിൽ പലരും ദുരിതം എന്താ പറയുക അനുഭവിക്കുന്നവരാണ്. ഇത് കാണുന്നവർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, ഇതിന് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥരെ എല്ലാം കൂടി തന്നെ ഈ വടക്കഞ്ചേരിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു വലിയൊരു എന്താ പറയുക സംയുക്തമായിട്ടൊരു മീറ്റിംഗ് കൂടി ഇവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ടൊരു ചർച്ച കൊണ്ടുവരാൻ
വരണം, അതല്ലെങ്കിൽ നിയമ നടപടി എടുക്കണം. കാരണം എല്ലാവരും അനുബന്ധപ്പെട്ട ടാക്സും മറ്റും എല്ലാം അടച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നത്. ഇവർക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. സ്റ്റേജ് കാരിയേജ് പെർമിറ്റ് എടുത്ത് ഓടുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ ഓട്ടോറിക്ഷകളല്ല മറ്റു വാഹനങ്ങളോ വന്ന് ആളുകളെ എടുത്തു കൊണ്ടുപോകുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കാരണം നിങ്ങൾക്ക് പ്രത്യേകം ഓരോരോ സ്റ്റാൻഡുകളുണ്ട്, അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ തന്നെയുണ്ട്. കാരണം മൊബൈലിലായിരിക്കും പൂർണ്ണമായി നല്ല കൃത്യമായി ഓടുന്ന ഒരു സാധാരണ ഓട്ടോ തൊഴിലാളിയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് മൊബൈലിലൂടെ ഓട്ടങ്ങൾ നിരവധി ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ ബസ്സുകൾക്ക് മുമ്പിൽ വന്ന് ഇങ്ങനെ എടുത്തു പോവുകയാണെങ്കിൽ നിയമപരമായ പോരാട്ടത്തിന്, അതുപോലെ തന്നെ ഇവരുടെ സംഘം, ഒരു ബസ്സുകാരെ സംബന്ധിച്ച് ഒരു ബസ് ഉണ്ടെങ്കിൽ ഏകദേശം 10ഓളം ജീവനക്കാർ ആ ബസ്സുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട്. അവർ നിരന്തരം പല ഭാഗങ്ങളിൽ നിന്നും വീഡിയോസ് എടുത്തും മറ്റും അധികാരികൾക്ക് അയച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതൊരു എന്താ പറയുക, ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ ഉപജീവന മാർഗമാണ്. അത് തകർക്കരുത് എന്നുകൂടിയാണ് ഞങ്ങൾക്കും പറയാനുള്ളൂ. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഉടൻ ഇതൊരു നടപടിയായി എടുക്കുക. അതല്ലെങ്കിൽ ബന്ധപ്പെട്ട റൂട്ട്, അതായത് ബസ് നിർത്തിവെച്ചുകൊണ്ട് തന്നെയുള്ള സമരപരിപാടിയിലേക്കാണ് പോകുന്നത്. മാക്സിമം ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ, നിങ്ങൾക്ക് പരിചയമുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള വാർത്തകളായിട്ട് ഇനിയും കണ്ടുമുട്ടാം. എന്തായാലും ഇവരുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കട്ടെ.